പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീട്ടിലെ ഭക്ഷണ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് വെച്ചാൽ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി, സാധാരണ ചോറും ചിക്കൻ കറിയാണ്. അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളുണ്ട്, മറ്റു വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. എന്തായാലും നേരം വിളിച്ചായി, ഞാൻ നടക്കാൻ ഇറങ്ങാണ്. ഇപ്പം അങ്ങനെ പോകണം. 6 മണി. എവിടെ അതുകൊണ്ട് നമ്മളെ ചീര, ആ ചുവന്ന ചീര അതാ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 2-3 പൂച്ചക്കുട്ടികളോടി ഈ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ആ കറുണ്ടോ? അപ്പോൾ ഞാനങ്ങനെ നടന്നു വന്നു. വരുപ്പതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട് ഇവിടെ. കൂടുതൽ ഇതായി വണ്ടീൻ്റെ ചോട്ടിൽ, അതിന് വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കയറും. അങ്ങനെയാണ് പോലെ. 3 ഉണ്ട്. 3 കളറാണ്. ഇത് ആണ് നമ്മളെ പൂച്ചക്കുട്ടി. പിന്നെ അകത്തുനിന്ന് വരികയാണ്. പിന്നെ അകത്തൊക്കെ അങ്ങനെ കയറി നടക്കും. അവനും ഇപ്പോൾ ഇവരും തമ്മിൽ വലിയൊരു കുഴപ്പമില്ല. ഒക്കെ അത്യാവശ്യം അവൽക്കൊരു പരിചയമായിട്ടുണ്ട്. അങ്ങനെ പേടിയൊന്നുമില്ല അവനെ. ഇതാ ഒരു 3 ആളും ഇതങ്ങനെ ഈ ഒരു കിടത്താണ്. അപ്പോൾ നമ്മളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഗോതമ്പിൻ്റെ പുട്ട്, അതാണ്. ഇത് പിന്നെ വെച്ചാൽ നമുക്ക് ഒരു ഒറ്റ കുറ്റി അത് മതി ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത്. പിന്നെ ഇപ്പോൾ പുട്ടിന് നമുക്ക് നല്ല നാടൻ മൈസൂർ പഴം ഉണ്ട്. അപ്പോൾ ഏതായാലും അമ്മ കഴിക്കാൻ റെഡിയായി. നമുക്ക് പിന്നെ ഒരു ഒറ്റ കഷ്ണം മതി. പിന്നെ ഇപ്പം ഇന്ന് ചെറുപയറുണ്ട്. നമ്മൾ സാധാരണ പോലെ വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടുള്ള സാധാരണ ചെറുപയർ കറി. ഇപ്പോൾ രാവിലത്തെ ചായ പലഹാരത്തിന് ഇങ്ങനെയൊക്കെയാണ്. വേറെ ഞാനും കഴിക്കട്ടെ, എനിക്കുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത കടയിൽ നിന്ന് നമ്മൾ ചിക്കൻ 1/2 കിലോ, അപ്പോൾ അത് വാങ്ങി വന്നു. അമ്മ പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ. പിന്നെ എളുപ്പമുണ്ട്, പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ അതിക്കുള്ളതൊക്കെ ഒന്ന് ചതച്ച് വെക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചു. മറ്റ് ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട്. അതിലേക്കുള്ള ഗരം മസാല പിന്നെ ചെറിയൊരു പാക്കറ്റ് വാങ്ങി. ഇത് 10 രൂപേൻ്റെ ഒരു പാക്കറ്റാണ്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ എല്ലാവരും ഇന്ന് എടുക്കാനില്ല, എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കുള്ളൂ. ഇങ്ങനെയുള്ള എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കടലക്കറിയിൽ ചേർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മതി. അപ്പോൾ ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് നമ്മൾ നല്ല വറ്റിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി അങ്ങാടിയിൽ ഒന്ന് പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് കഴിക്കാനുള്ളതാ നമ്മളെ അവർ ക്യാറ്റ് ഫുഡ് ഉണ്ട്, അതൊരു പാക്കറ്റ് വാങ്ങിയതാ. പൂച്ച ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഒരു പാക്കറ്റ്. പിന്നെ മറ്റ് ഇതൊക്കെ ഉണ്ട്, നമ്മളെ പച്ചക്കറി കാര്യങ്ങളെല്ലാം ഒക്കെ വാങ്ങി. ഇതിപ്പോൾ നമ്മളെ റോസ് മുന്തിരി, പിന്നെ തണ്ണിമത്തൻ്റെ ഉണ്ട്, മറ്റ് പച്ചക്കറികൾ, അതുപോലെ മധുരക്കിഴങ്ങ്, അങ്ങനെ എല്ലാം അതൊക്കെ വാങ്ങി. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഇത്, അതായത് നമ്മൾ വാങ്ങിയത് അതൊന്ന് കാണാം. ഇതാ, അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു തവയിലൊക്കെ ചുടുമ്പോൾ എടുക്കാനുള്ള മരത്തിൻ്റെ ചട്ടുകം. പിന്നെ നമ്മളെ കത്തിയാണ്, കത്തി. പിന്നെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഊണ് കഴിക്കാനായി. അപ്പം അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഇന്നിപ്പോൾ കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് ചിക്കൻ കറി. കറി എന്ന് പറയാൻ പറ്റില്ല, അത് കുറച്ച് നല്ലോണം വറ്റിച്ചിട്ടാണ്. ഇപ്പം എന്തായാലും അതാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത്. അത് നമ്മൾ ഉച്ചയ്ക്ക് ഊണ്, പിന്നെ പപ്പടം കാച്ചിയത്, അച്ചാർ. ഇപ്പോൾ നമ്മളെ സാധാരണ ഊണ് തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഞാൻ നെയ്ച്ചോറ് അങ്ങനെ അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ വാങ്ങലുണ്ട്. പക്ഷെ ഇന്ന് പിന്നെ അതൊന്നുമില്ല. നല്ല വറ്റിച്ചിട്ട്, തീരെ വെള്ളമില്ലല്ലോ, നല്ല കുറുകിയ, അങ്ങനെയാണ് ചിക്കൻ. നല്ല രസമുണ്ട്, വരട്ടിയ പോലെ. പിന്നെ ഇപ്പോൾ നമുക്ക് മാങ്ങ ആണോ, അത് നല്ല നാടൻ, അതായത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയതല്ല, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പോൾ നല്ല മാങ്ങ നമ്മൾ പുതിയ കത്തി കൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് നോക്കാം. അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട് കത്തി. ഊണ് കഴിഞ്ഞ് ഒരു പഴുത്ത മാങ്ങ. ഏതായാലും അത്യാവശ്യം വലുപ്പമുള്ളൊരു മാങ്ങ തന്നെയാണ്.
പിന്നെ ഇത് മതി ഞങ്ങൾക്ക്. പിന്നെ ഇതാ റോസ് മുന്തിരി ഉണ്ട്. മാങ്ങ പിന്നെ നല്ല നമ്മുടെ തൊട്ടപ്പുറത്തെ നമ്മളിവിടെ നമ്മൾ ആ ഒരു തോട്ടമൊക്കെ ഉണ്ടല്ലോ അടുക്കളേൻ്റെ ആ തൊട്ടപ്പുറത്തുള്ള, അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് അവർ തന്നാണ്. ആ മാവുമ്പിൽ കുറേ ഉണ്ട്, അപ്പോൾ അവർ പറിച്ചപ്പോൾ നമുക്കും കുറച്ച് തന്നാണ്. ടേസ്റ്റ് ഉണ്ട്. കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അതുപോലെ രാത്രിയോ ഒക്കെ ആയിട്ട് എടുത്ത് അങ്ങനെ കഴിച്ച് തീർത്താണ്. മുന്തിരി പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, റോസ് മുന്തിരി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.